വെളിച്ചെണ്ണ വില കുത്തനെ ഇടിഞ്ഞു. കൊപ്രയും താഴോട്ട്. ഏലത്തിനും റബ്ബറിനും നേട്ടം. ഇന്നത്തെ അതായത് 20/1/2026 ചൊവ്വാഴ്ച വൈകുന്നേരത്തെ അന്തിമ വില നോക്കാം. നാളികേര ഉൽപ്പാദനം ഉയരുമെന്ന വിലയിരുത്തലുകൾക്കിടയിൽ കർഷകർ വിളവെടുപ്പ് പരമാവധി വേഗത്തിലാക്കാൻ നീക്കം തുടങ്ങി. കാത്തിരുന്നാൽ വിലയുടെ ആകർഷണം കുറയുമോ എന്ന ആശങ്കയും അവരിലുണ്ട്. വൻകിട മില്ലുകാർ ഉയർന്ന വിലയ്ക്ക് പച്ചത്തേങ്ങയും കൊപ്രയും ശേഖരിച്ചാൽ മാത്രമേ വിപണിക്ക് കരുത്ത് നിലനിർത്താനാവൂ. അതേസമയം വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് മങ്ങിയത് മില്ലുകാരെ കൊപ്ര സംഭരണത്തിൽ നിന്നും പിന്നോക്കം വലിച്ചു. കൊച്ചിയിൽ ഇന്ന് വൈകുന്നേരം കൊപ്രയ്ക്ക് 100 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 200 രൂപയും ഇടിഞ്ഞു. അടുത്ത വാരം ചെറുകിട വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാരെത്തുമെന്ന പ്രതീക്ഷയിലാണ് വെളിച്ചെണ്ണ സ്റ്റോക്ക് എടുക്കുന്നവർ. റബ്ബറിന് വിൽപ്പനക്കാർ കുറഞ്ഞതോടെ വ്യവസായികൾ വില ഉയർത്തി. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുകിട വ്യവസായികൾ 5ാം ഗ്രേഡ് 189 രൂപയ്ക്കും വാങ്ങി. 4ാം ഗ്രേഡ് ഷീറ്റ് കൊച്ചിയിൽ കിലോ 194 രൂപയിൽ കൈമാറി. ഒട്ടുപാൽ വില കിലോ 128 രൂപയിലും ലാറ്റസിന് 125 രൂപയിലുമാണ്. പകൽ ചൂട് കനത്തതോടെ പല ഭാഗങ്ങളിലും റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത ചുരുങ്ങി. നമുക്ക് സാധനങ്ങളുടെ അന്തിമ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോ 194 രൂപ, RSS5 1 കിലോ 189 രൂപ, ഒട്ടുപാൽ 128 രൂപ, ലാറ്റസ് 125 രൂപ. അതായത് ഇന്ന് വൈകുന്നേരം RSS4നും RSS5നും 2 രൂപ കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് വില നോക്കാം. കുരുമുളക് ഗാർബിൾഡ് 1 കിലോ 718 രൂപ, അൺഗാർബിൾഡ് 1 കിലോ 698 രൂപ, കുരുമുളക് പുതിയത് 1 കിലോ 688 രൂപ. ഇന്ന് കുരുമുളക് വിലയിൽ മാറ്റമില്ല. ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.